Praise the Lord. ദൈവത്തിൻ്റെ ആത്മാവൻ്റെ ഹൃദയത്തിൽ വീണ്ടും നൽകിത്തന്ന ഭാഗം 16-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി തന്നെയാണ്. ആ ഭാഗത്ത് നിന്ന് നിങ്ങളോട് വീണ്ടും ചില ദൈവിക സന്ദേശങ്ങൾ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ശക്തിയുടെ വ്യാപാരത്തെക്കുറിച്ചാണ്. I would like to turn your attention again to Acts chapter 16, and this is what the Lord gave me in my heart, and this is about the deliverance that the Lord gives. 16 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ പൗലോസും ശീലാസും കാരാഗൃഹത്തിലായിരുന്നപ്പോൾ അവരെ വിടുവിച്ച വിടുതലിൻ്റെ വർണ്ണനയാണ് പരിശുദ്ധാത്മാവ് ലൂക്കോസിലൂടെ നമുക്ക് നൽകി തരുന്നത്. From verses 14 until 35 we see about what happened in the prison and how the Lord was able to deliver that, and that is what Luke mentions there. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഭാഗത്ത് നിന്ന് അർദ്ധരാത്രിയിലുള്ള ദൈവത്തിൻ്റെ സന്ദർശനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിപ്പാനായിട്ടിടയായി. I already spoke about how the Lord will approach us and how he intervenes in the time of darkness or the time of night in our life. എന്നാൽ ഇന്ന് പകൽ ആ സെയിം ഭാഗത്ത് നിന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ വിടുവിക്കാനുള്ള ശക്തിയെക്കുറിച്ച് സംസാരിക്കണം. But today the Holy Spirit reminded me to be in the same passage and remind you about the strength that the Lord has to deliver his people. അപ്പോസ്തലനായ പ്രവൃത്തികളിൽ നമ്മൾ ആരംഭം മുതൽ അവസാനം വരെ പഠിച്ചു കഴിഞ്ഞാൽ ലൂക്കോസ് വളരെ ശക്തമായി നേതൃത്വത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്: വിടുവിപ്പാൻ കഴിവുള്ള ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. When we study the book of Acts, we see that the author Luke, he himself says that we believe in the Lord who has the authority to deliver us. ഈ മുഴുവൻ ഭാഗവും എനിക്ക് പറഞ്ഞു തീർക്കുവാനുള്ള സമയം എൻ്റെ കയ്യിലില്ല എങ്കിൽ തന്നെയും പോയിന്റായി ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. I would like to mention certain points about this particular message. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമുക്കിവിടെ വായിപ്പാനായി കഴിയുന്നു. ശബത്ത് ദിവസത്തിൽ നഗരവാതിക്കൽ പുറത്തുള്ള നദീതീരത്ത് പോയി ലിഡിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ട് അവളോട് സുവിശേഷം പറയുന്ന അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. Initially we see Lydia, who Apostle Paul and his people meet her on the Sabbath day, and how the gospel is being said to her and how she receives the word. ആ ചാപ്റ്ററിൽ 3 കോൺവെർസേഷൻ നമുക്ക് കാണുവാൻ കഴിയും. There are 3 conversations that we see in that chapter. ഒന്ന് അപ്പോസ്തലനായ പൗലോസും ലുദിയയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കാണാൻ കഴിയും. First it is between Paul and Lydia. ആ കോൺവെർസേഷൻ become a conversion ആയി മാറുവാനായിട്ടിടയായി. And that conversation we see that later on it is converted to a conversion of നമ്മുടെ hers. വാക്കുകൾ കേൾക്കുന്ന ഒരാൾ പോലും ആ ഒരാൾ പോലും കർത്താവിനെ അറിയാതെ പോകരുത് എന്നുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. So we should also have a prayer that the people who hear us speak about God, they should be able to convert because of our words. അവൾ ആരായിരുന്നു? ഒരു ബിസിനസ്സുകാരിയായിരുന്നു. We know that she was a businesswoman. അവൾ വളരെ സംഘടിതമായി നല്ല ക്രമീകരണമായി സിസ്റ്റമാറ്റിക്കായി തൻ്റെ ബിസിനസ്സിൽ വളരെയധികം നന്നായി വന്ന ഒരു സ്ത്രീയായി. She was a very renowned lady and she knew how to take care of her business, and സമൂഹത്തിൽ എല്ലാവരും അവളെ ബഹുമാനിക്കുന്നവളായിരുന്നു. And we know that everyone gave so much of reverence to her and she was respected. പ്രത്യേകത അന്ന് അവൾക്കുണ്ടായത് അവൾ ഒരു യോഗ സ്ഥലത്ത് എത്തിച്ചേരുവാനായിട്ടിടയായി. And the only thing different that happened on that day is that she came to the place of prayer. അവിടെ പ്രാർത്ഥനാ സമയത്ത് അവൾ ഉണ്ടായിരുന്നു. And during the time of prayer she was also there. അവൾ കൂടി ഇരുന്നിടത്ത് എൻ്റെ ഭാഷയിൽ പറഞ്ഞ പ്രാർത്ഥന അവിടെ എത്തിച്ചേരുവാനിടയായി. And in my language I would say that where she was, the prayer came to her place. അവൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചോ പ്രാർത്ഥന ആഗ്രഹിച്ചോ ഒന്നും അല്ലായിരിക്കും അവിടെ വന്നിരുന്നത്. പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹം, ദൈവ സന്നിധിയിൽ ഒരു പ്രാർത്ഥന കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് കാണുമായിരിക്കും. പ്രാർത്ഥന തക്ക സമയത്ത് അവളായിരുന്ന പുഴവക്കത്ത് എത്തിച്ചേരുവാനിടയായി. Maybe she did not know whether it is going to be a time of prayer. Maybe she had an earnest desire in her heart that it would be good if there was a time of prayer where she was. ഒന്നാമത്തെ കോൺവെർസേഷൻ അവിടെ നടന്നത് പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് അത് മാറിയെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, എനിക്കും നിങ്ങളുടെയും കോൺവെർസേഷൻ എന്നുള്ളത് ഒരു പ്രാർത്ഥനാ അനുഭവമായി മാറുവാനിടയായി. And so because of the first conversation there was an experience of prayer. We also have to remember as children of God, when we talk and when we converse with people, it should be an experience of prayer. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, and if you ask me what is the good thing about it, കർത്താവ് അവളുടെ ഹൃദയത്തെ തുറക്കുവാനിടയായി. the Lord was able to open her heart. അവളെ അന്ന് വരെ ഉപയോഗിച്ചിരുന്ന ഈ എല്ലാ ചിന്താമണ്ഡല
സകലങ്ങളെയും അവൾ മാറ്റിവെച്ചിട്ട് അവളുടെ ഹൃദയത്തിൽ ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം കയറി And so she ഇറങ്ങുവാനിടയായി. kept aside every other business that she had in her heart, and she was able to receive Christ into her. അതുകൊണ്ടുള്ള ഗുണമെന്തെന്ന് ചോദിച്ചാൽ If you ask me what is the good thing about it, അവളും അവളുടെ കുടുംബവും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി. she and her household was able to receive Jesus as their personal savior. അതുകൊണ്ടുള്ള ഗുണമെന്തെന്ന് ചോദിച്ചാൽ If you ask me what is the good thing about it, അവളും അവളുടെ കുടുംബവും സ്നാനമേൽപ്പാനിടയായി. both her as herself and the household were able to get baptized. അതുകൊണ്ടുള്ള ഗുണമെന്തെന്ന് ചോദിച്ചാൽ If you ask me what is the another advantage of it, I would say 15-ാം വാക്യത്തിൽ അവൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനും എന്റെ കുടുംബവും അല്ല, ഞങ്ങൾ വിശ്വസ്തയെന്ന് നിങ്ങൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ, പ്രാർത്ഥിക്കാൻ, താമസിക്കാൻ എന്റെ ഭവനത്തെ ഞാൻ തുറന്നു തരുന്നു. And now here we see in verses 15, she says that if you have judged me to be faithful to the Lord, come to my house and stay. ഹൃദയം മാത്രമല്ല അവൾ തുറന്നത്, It is not just the heart that she opened, അവളുടെ ഭവനവും കൂടെ തുറന്നു കൊടുത്തു. she was able to open her house ഒരു for them. നിമിഷം കൊണ്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും മാറി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് നമ്മുടെ ഭവനം കൂടെ ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ആ നല്ല മനോഭാവത്തിനായി സ്തോത്രം And I thank ചെയ്യുകയാണ്. the Lord for the attitude that she had, that she opened her heart to the Lord. She was able to receive him, and not just her heart, she was able to open her house for the Lord. രണ്ടാമത്തെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് Now the second conversation is, അവർ വീണ്ടും പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുമ്പോൾ സംഭവിച്ച ഒരു സംഭവമാണ്. it is about something that happened when they went for the time of prayer the second time. അവിടെയാണ് അവരുടെ സുവിശേഷ പ്രവർത്തനം അവർ ആരംഭിക്കുമ്പോൾ And this is when they start their gospel ministry. ഒരു സ്ത്രീ, ഒരു അടിമ പെൺകുട്ടി അവളുടെ പുറകെ നടക്കുകയാണ്. They see that a slave girl is following them. ഇവൾ ലിഡിയായും ഇവളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. Now there is a lot of difference between this Lydia and this certain slave girl. ലിഡിയായ്ക്ക് ആവശ്യം പ്രാർത്ഥനയും ഒരു നല്ല ആത്മാവുമായിരുന്നെങ്കിൽ When Lydia wanted a prayer and a good heart, ഇവക്ക് വേണ്ടിയത് ഇവളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ കുറിച്ചുള്ള ഒരു വിടുതലായിരിക്കും. and for this slave woman, what she needed was that she needed a deliverance from the spirit of divination that was there in her. അവൾ വിളിച്ചു പറയുന്നത് വളരെ സത്യമായ കാര്യമാണെങ്കിലും അവളിലൂടെ വ്യാപരിച്ച ആത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവല്ല, അത് അവളിൽ വ്യാപരിച്ച ദുരാത്മാവായിരുന്നു. Even though what she declared was right, but the spirit that was within her wasn't the right one, but that was a demonic spirit. അതിന്റെ അർത്ഥം പറഞ്ഞാൽ അവൾ ആത്മീകമായും സാമ്പത്തികമായും ആരുടെയോ തടവറയ്ക്കകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിയായി So മാറുവാനായിട്ടിടയായി. in other words, I would say that she was in the bondage of sin, and she was in the bondage of darkness. ആരോ അവളെ കൺട്രോൾ ചെയ്യുകയാണ്. There was some other force that was controlling നമ്മുടെ this woman. ഭാഷയിൽ പറഞ്ഞാൽ അവൾ സകലത്തിലും തകർന്നു പോയവളാണ്. In our language, we would say that she was a person who was completely destroyed. മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെട്ടവളായി മാറി. And she was a person who was exploited by people. അവൾ പ്രാർത്ഥനാ യോഗത്തിന് വേണ്ടിയുള്ള വഴിയിലല്ല വന്നത്. So she did not come to the time of prayer or to the place of prayer. അവൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അവൾക്ക് അവിടെ പോകാൻ കഴിയുന്നില്ല. Even if she had a desire to come to the place of prayer, she could not go there. കാരണം അവൾ ഒരു അടിമയാണ്. Because now she's a slave woman. രണ്ടാമത് അവൾക്ക് പോകാനുള്ള താല്പര്യം അവളിൽ വരത്തില്ല. കാരണം അവളിൽ വ്യാപരിക്കുന്നത് അവൻ ദുരാത്മാവാണ്. And the second thing is that she would not have a desire to go to the place of prayer because there is a demonic spirit that is controlling her. അവളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് വിളിച്ചു പറയുന്നു, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ഇവരിലൂടെ രക്ഷാമാർഗം നിങ്ങളെ അറിയിക്കുന്നു. And the demonic spirit that is within her is making her say that these men are the servants of the Most High who proclaim to us the way of salvation. നമുക്കറിയാം പൗലോസ് അസ്വസ്ഥനായിട്ട് തിരിഞ്ഞു നിന്ന് അവളിലുള്ള ഭൂതത്തെ ശാസിക്കുന്ന അനുഭവം. And then we know that Paul is greatly annoyed by this situation and he is trying to shun away that spirit. അവളോട് വിളിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് വിളിച്ചു പറയുന്നു, നിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് വിട്ടുപോകട്ടെ. And that is why he tells her that I command you in the name of the Lord Jesus to come out of her. അപ്പോൾ തന്നെ അത് അവളിൽ നിന്ന് വിട്ടുപോയി. And we see that at that instant itself she was free. അവളിൽ ഒരു വിടുതൽ വ്യാപരിപ്പാൻ. And she received a deliverance. So ഒന്നാമത്തെ കോൺവെർസേഷനിൽ ഒരു ബിസിനസ്സുകാരി ദൈവസന്നിധിയിൽ രക്ഷ പ്രാപിച്ചെങ്കിൽ, So now we see that in the first conversation a businesswoman was transformed to a godly person. രണ്ടാമത്തെ കോൺവെർസേഷനിൽ ഒരു അടിമയായ സ്ത്രീ കർത്താവിൽ വിടുതൽ പ്രാപിപ്പാനായിട്ട്. In the second conversation we see that a slave woman is converted to a godly person. മൂന്നാമത്തെ
കോൺവെർസേഷനൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടുവാൻ താല്പര്യപ്പെടുകയാണ്. I would just like to mention the third conversation too. അവൾക്ക് അവളുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നപ്പോൾ അവൾക്കുണ്ടായിരുന്ന ലാഭം നഷ്ടപ്പെട്ടു പോയി എന്ന് കണ്ട അവളുടെ യജമാനന്മാർ അവരെ പിടിച്ച് അടിക്കുവാൻ ഉത്തരവിടുകയാണ്. And because the masters had great hope about the profit that they would get because of the slave women, and now because she is delivered, now they are trying to stone Paul and the other people because of this incident. 19 വാക്യം ഇങ്ങനെ പറഞ്ഞ അവളുടെ യജമാനന്മാർക്ക് ലാഭം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ പൗലോസിനെയും ശീലാസിനെയും അവർ ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വസ്ത്രം വലിച്ചു കീറി അവരെ അടിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. And that is why in verses 19 we see that when her masters saw that their hope of profit was gone, they seized Paul and Silas and dragged them into the marketplace to the authorities. അവരുടെ വസ്ത്രം വലിച്ചു കീറി ഒത്തിരി അടി കൊടുത്തിട്ട് അവരെ ജയിലിലേക്ക് വലിച്ചെറിയുകയാണ്. And now we see that they tear away their clothes and they put them in the jail. അവർക്ക് വേണ്ടി ശക്തമായ സുരക്ഷ അവിടെ ക്രമീകരിക്കുകയാണ്. And there is great amount of protection that these people have there. ഇവിടെ നമുക്ക് ഈ മൂന്നാമത്തെ വ്യക്തിയെ ഒന്ന് ശ്രദ്ധിച്ചാൽ, Now let us think about this third person. ഈ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനല്ല, ഇവരെ നോക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട മനുഷ്യൻ. So this man who is the third person, he is not an ordinary man, but he is a person who is supposed to guard these people. നിങ്ങൾക്കറിയാം, അവരെ അകത്തെ ജയിലിൽ ഇട്ട് അവരുടെ കാലുകൾ ബന്ധിപ്പാനിടയായി. Now we know that they were put into the inner prison and they fastened their feet in the stocks. റോമൻ സൈനികരിൽ വളരെ പദവി വഹിച്ചിരുന്ന മനുഷ്യരായ ഈ ജയിലേഴ്സ് എന്ന് പറയുന്നവർ. Now we know that these jailers, they had great reputation in the Roman Empire. ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളാണ്. They are part of the ruling committee. പക്ഷേ അവൻ നിരാശനാണ്. But they are all depressed. അവൻ നിരാശനാണ്. He is depressed. അവൻ പൗലോസിനെ ശീലാസിനെയും അതിനകത്തിട്ടെങ്കിലും, Even though he put Paul and Silas in the inner prison, അതിനകം വളരെ ശ്രദ്ധയോടെ കാവൽ ചെയ്തെങ്കിലും സുരക്ഷിതമാക്കിയെങ്കിലും, even though he was able to guard that inner prison in a good manner, അവന്റെ കണ്ണുകൊണ്ട് അവന്റെ കരം കൊണ്ടും അവന്റെ ചിന്ത കൊണ്ടും കൺട്രോൾ ചെയ്യാവുന്ന ഭാഗങ്ങളെല്ലാം സെക്യൂർ ആക്കിയെങ്കിലും, even though he tried to control everything that he could control with his own senses, ആ ജയിലിന്റെ അടിസ്ഥാനത്തെ തൊടാനോ കാക്കാനോ അവന് കഴിഞ്ഞില്ല. he could not take care of the foundation of the prison. കർത്താവിന്റെ വചനം പറയുന്നില്ലേ, നമ്മെ മേള് കൊണ്ട് കാണിച്ച് നമ്മെ ഭയപ്പെടുത്തുന്ന ചില ശക്തികളുണ്ട്. As the word of the Lord says that there are forces that shows us different things and make us afraid. അതിന്റെ റൂട്ടും അടിസ്ഥാനവും അറിയാവുന്ന നമ്മുടെ ദൈവം മാത്രം. But our Lord, he knows the root and the foundation of those forces. എല്ലാവർക്കും മേളിൽ കിടന്ന് നമ്മളെ പേടിപ്പിക്കാൻ പറ്റും. There maybe people can scare us from the outward. ഒരു കാര്യം ഓർത്തോണം. But you have to remember one thing. അതിന്റെ അടിസ്ഥാനത്തെ തൊടാൻ കഴിവുള്ളവൻ നമ്മളല്ല, നമ്മുടെ ദൈവമാണ്. The only one person has the authority and the right to touch the foundation of it, and that is the Lord and not us. എടുത്ത് എറിയാൻ നിനക്ക് അനുവാദമുണ്ട്. Maybe you can throw it outside. അതിനകത്ത് കാലാമത്തിലാക്കി പൊട്ടിക്കെട്ടി വെക്കാൻ നിനക്ക് കഴിയും. Maybe you can fasten your feet in with the stocks. ആമേൻ. പക്ഷേ അതിനകത്ത് ഞങ്ങളുടെയും നിന്റെയും നാവിന്റെ ചലനത്തെ കെട്ടാൻ ഒരു ശക്തിക്കും കഴിയാത്തിടത്തോളം കാലം, അതിന്റെ ഫൗണ്ടേഷൻ കർത്താവിന്റെ കരത്തിലായിരിക്കുന്നിടത്തോളം കാലം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന നല്ല ദൃഢനിശ്ചയമുള്ള വ്യക്തിയാ അപ്പോസ്തലനായ പൗലോസ്. And now we know that this Paul, who is inside the inner prison, he knows that no one can control his tongue and no one can touch the foundation of the prison that he is in right now. പൗലോസേ, നിനക്ക് ഇതെങ്ങനെ അറിയാം? Paul, how do you know this? അവൻ പറഞ്ഞ മറുപടി ഇതായിരിക്കും. Maybe this is the answer he would give അവന്റെ us. ഹൃദയത്തിൽ അവൻ ചിന്തിച്ചത് ഇതാ. Maybe in his heart he would think like this. And there were many a times when I also bound many things like this. And I tried to be a great person. And I am a person who received circumcision on the 8th day and I boasted about it. And I consider that as a privilege of mine. ബെന്യാമീൻ വലിച്ചു കീറുന്ന ചെന്നായ്
എന്ന് പറഞ്ഞ് ഞാൻ വളരെ ശക്തിയോടെ മുന്നേറിയവനാ. And I have said that I am from the tribe of Benjamin and I took great pride in this. ഞാൻ എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറഞ്ഞ് ഞാൻ വലിയ ആളായി നടന്നവനാ. And I am a person who said that I am a Hebrew born out of a Hebrew and I took great pride in this. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനന്യനായി നടന്നവനാ. And I am a person who is well versed in the doctrine of the Lord. എന്നെ പോലെ പരീശൻ എന്ന് പറയാൻ ആരുമില്ല. There is no person who is as educated as ഈ me. സ്റ്റെപ്പുകളെല്ലാം ഞാൻ മേളിൽ കെട്ടിയിട്ട് അതിന്റെ മേളിൽ നിന്ന് ഒരു കുറുവടിയുമായി ദൈവജനത്തെ തകർക്കാൻ ഇറങ്ങിയേ. And I had all these prestigious things in my hand and I wanted to destroy the people of God with all this authority. പക്ഷേ ഒരു ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോൾ But one day while I was traveling, എനിക്ക് ആമേൻ അതിര് കടക്കാൻ കഴിഞ്ഞില്ല. I was not able to move any further. ഞാൻ ആമേൻ കറക്റ്റ് പ്ലേസ് വരുമ്പോൾ എൻ്റെ കർത്താവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ഞാൻ അടിതെറ്റി വീഴുകയാ. And when I came to a certain place, I could not move further because I heard the voice of the ഞാൻ Lord. ബലമായി കെട്ടിക്കൊണ്ടുവന്ന സകല സ്റ്റെപ്പുകളും തകരുന്നത് ഒരു നിമിഷം കൊണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞെങ്കിൽ, And when I was able to see the destruction of all the steps that I created, എന്റെ ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് ഞാൻ കെട്ടിയ സ്റ്റെപ്പുകളെല്ലാം തകർത്ത് ഞാൻ പാപമാ, ഞാൻ ദോഷിയാ, ഞാൻ പാപിയാണെന്ന് പറഞ്ഞെന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ കിടക്കുന്ന അടിസ്ഥാനത്തെയും അറിയുന്ന ഒരു ദൈവമുണ്ട്, അതിനെ ഇളക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. and if it is my Lord who could destroy me and who could make me understand that I am nothing, if he is my Lord, I know that he can even break the foundation of this inner prison that I am in today. എന്താ ഇതിന്റെ അർത്ഥമെന്ന് അറിയാമോ ദൈവമക്കളെ? What do you understand, believers? മേളി കടന്ന് കളിക്കുന്നതും കാണുന്നതും കണ്ടിട്ട് നീ ഭയപ്പെടരുത്. അതിന്റെ അടിസ്ഥാനത്തെ ഇളക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിലാ നീ വിശ്വസിക്കുന്നതെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു You പറയട്ടെ. should not be afraid of the outer appearances that you see because you have a God who can change the foundation of the prison that you are in. നിന്റെ കാല് ചിലപ്പോൾ പൂട്ടിക്കെട്ടിയിരിക്കാം. Maybe they can fasten your feet. നിന്റെ പുറത്തും ആമേൻ വെളിയിലുമൊക്കെ ആളുകളെ ആമേൻ കാവൽ നിർത്തിയേക്കാം. Maybe they can put guards around you. ആമേൻ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ വളരെ വേദന നൽകുന്നതായിരിക്കാം. Maybe the situations of your life does not give you any hope. നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെയുള്ള വേദനകൾ ഉണ്ടായേക്കാം. Maybe there is a time that you cannot even believe the sorrow that you're going പക്ഷെ ഒരു through. കാര്യം ഞാൻ വിളിച്ചു പറയുന്നു, But let me remind you one thing. നിന്നെ വെടിവിച്ച ദൈവത്തിന് നീ ആയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തെ കൂടെ ഇളക്കുവാൻ കഴിയും. The Lord who has delivered you can remove the foundation of the place that you are in right now. Praise the Lord. Amen. അവൻ വെടിവിക്കുന്ന ദൈവമാ. He is the Lord who can deliver. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം എൻ്റെ ദൈവം വെടിവിക്കുന്ന How ദൈവം? many of us can confidently say that my Lord will deliver me? Praise the Lord. Amen. Praise the Lord. 3 വിടുതലുകൾ അവിടെ കാണാം. We see 3 deliverances here. അത് ഞാൻ പറഞ്ഞു 3 കോൺവെർസേഷൻസ്. First I told about 3 conversations. ആ 3 കോൺവെർസേഷനും കൺവേർഷനായി മാറി. And we see all these conversations transformed to conversions. അത് ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ജനത്തിന്റെ വിടുതലായി മാറി. And that became for the deliverance of the people of God. എന്നാൽ 3 വിടുതലും കൂടെ ഞാനൊന്ന് പറയാം. Now let me also remind you the 3 deliverances we see 16 here. മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന പെൺകുട്ടിയുടെ വിടുതലാണെങ്കിൽ, If we see the deliverance of that slave girl from verses 16 onwards, അവള് ആമേൻ അവരെ ഒത്തിരി അസ്വസ്ഥരാക്കി അവരുടെ പുറകെ നടക്കുമ്പോൾ, and when she was trying to follow them and she annoyed these people, അവളിലുണ്ടായിരുന്ന ദുരാത്മാവിനെ അവർ വിടുവിക്കുകയാണ്. and now the spirit that was within her, she is delivered from that demonic spirit. പ്രവചനം എന്ന് പറയുന്നത് വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൃപ തന്നെയാണ്. And the spirit of prophecy is something that is very good. പക്ഷെ അത് ആളുകളുടെ ലാഭത്തിന് വേണ്ടി, സ്വന്തമായ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് അതിന്റെ ദുഷ്ടത നമ്മൾ മനസ്സിലാക്കുന്നത്. But when it is for your own personal advantage that you say this, that is when you understand the downfalls of the prophecy. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രവചനത്തിന്റെ ശക്തിയുടെ അതിന്റെ ആഴത്തെക്കുറിച്ച്, അതിന്റെ അറിവിനെ കുറിച്ചൊക്കെ വളരെ നമ്മൾ അത് സ്പോയിൽ ചെയ്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. Now we have come to a situation when the power of this prophecy is being spoiled and exploited. എവിടെ കേട്ടാലും എവിടെ കണ്ടാലും പ്രവചനം 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 മാത്രമാ.
Wherever we go, we see that there is prophecy. പക്ഷെ ഒരു കാര്യം ഓർത്തോണം ദൈവവേദലേ, But children of God, we should remember one ഈ thing. ദുഷ്ടപ്രവചനത്തിനൊന്നും അധികാലം പോകാൻ പറ്റത്തില്ല. All these false prophecies will not sustain for long. ഇതിനൊന്നും അധികകാലം ജീവനില്ല. And it does not have much life. ആമേൻ, അത് തകർന്നു വീഴും. It will be destroyed. Praise the Lord. Amen. ആമേൻ, ഹല്ലേലൂയ. ഈ ആത്മീക ഭാരം എന്തെന്ന് ചോദിച്ചാൽ ആത്മീക അന്തരീക്ഷങ്ങളിൽ നടക്കപ്പെടുന്ന ഇതുപോലത്തെ ആമേൻ കള്ളപ്രവചനങ്ങളെ കുറിച്ചുള്ള വേദനയാണ്. And the spiritual burden that I have is that what happens, the false prophecies that happen in the spiritual atmosphere. പറയുമ്പോൾ അതുപോലെ സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ പറയാൻ പ്രത്യേക കഴിവ് അവർക്കുണ്ട്. And they have a great spirit to make believe these false ഈ prophecies. ദൈവദാസന്മാരെ കുറിച്ച് പറഞ്ഞതിനകത്ത് ഒരു കള്ളത്തരം പോലും നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. And what she spoke about these ministers, we understand that there is nothing wrong in what she said. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ് ഇവരെന്ന് അവൾ പറഞ്ഞു. And she says that these men are the servants of the Most High. ഇവർ നിങ്ങളോട് രക്ഷാമാർഗം വിളിച്ചു പറയാൻ വന്നവരെന്നാണ് പറയുന്നത്. And she says that they proclaim the way of salvation to you. യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതുപോലെ നമുക്കങ്ങ് തോന്നിപ്പോകും. And now you will feel it very similar to how John the Baptist told about Jesus when he was in എന്റെ the world. പിന്നാലെ ഒരുവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെയുള്ള വാക്കുകളായി നമുക്കിതും തോന്നിപ്പോകും. And it will be very similar to how John the Baptist said that there is a person who is going to come after me. പക്ഷെ കൃപ വ്യാപരിക്കുന്ന ദൈവദാസന് മനസ്സിലായി, ഇവള് ഞങ്ങളെ കുറിച്ചുള്ള രക്ഷയെ കുറിച്ചുള്ള സന്ദേശമല്ല ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നേ. But the person who had the spirit of anointing in him, he was able to discern that this message is not from the right source. ഞങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെന്ന് അവൾ പ്രഖ്യാപിക്കുകയല്ല അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ. And he was able to understand that she is not proclaiming that they are the servants of the Most High. ആ സന്ദേശം കറക്റ്റ് ആണെങ്കിലും അതിനകത്തൊരു ആശയക്കുഴപ്പമുണ്ട്. Even though that message is truth, there is something that is not right about it. ഇന്ന് പകൽ ദൈവസഭയിൽ ഇരിക്കുന്ന ദൈവവൈതലേ, The children of God who are present here today, നിനക്കും എനിക്കും ചുമ്മാ വിളിച്ചു പറയാനുള്ളവനല്ല നമ്മുടെ ദൈവമായ കർത്താവ് എന്ന് പറയുന്നത്. you and I cannot proclaim the name of the Lord in vain. ആമേൻ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം എന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഓർത്തെങ്കിലും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. And we have to be thankful to the Lord that we are able to call him Abba Father in this time. ഒരു കാലത്ത് അതിന് പോലും അനുവാദമില്ലാത്ത There കാലഘട്ടം was a time when we could not even call him Abba Father. ഇന്ന് നമുക്കതിനുള്ള ഭാഗ്യം ദൈവം തന്നില്ലേ? And today the Lord has given us the privilege to call him അവിടെ so. ചെന്നപ്പാ വിളിക്കാനുള്ള ഭാഗ്യം തന്നില്ലേ? The Lord has given us the privilege to go near him and call him എന്നാൽ Abba അത് Father. ദുഷ്ടലാക്കിന് വേണ്ടി ഉപയോഗിക്കരുത്. But do not take that for false advantage. അത് ദൈവത്തിന്റെ നാമത്തെ ദുഷിപ്പിക്കരുത്. And that should not disgrace the name of the Lord. ആമേൻ. ഒരിക്കലും ദൈവനാമം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. You should not take the name of the Lord for your own personal advantages. സ്വന്തം ലാഭത്തിന് വേണ്ടി ദൈവനാമത്തെ നാം ഉപയോഗിക്കരുത്. We should not use the name of the Lord for our own personal advantages. എന്തെങ്കിലും ഗുണം അതിനകത്തുണ്ടെന്ന് ചിന്തിക്കരുത്. You should not think that you will get some benefit from it. കാരണം ഇത് കാണുന്ന കുറെ ദുഷ്ടാത്മാക്കളും കൂടെ ഇത് കണ്ട് സന്തോഷിക്കുകയാ. Because there are demonic forces that sees this and they are happy about what is done. അവര് പറയും, നീ പറഞ്ഞോ ഇത് നിനക്ക് ലാഭമാണ്, നീ പറഞ്ഞോ. And these demonic spirits will encourage her to continue saying this. നീ ദൈവനാമത്തെ ദുഷിക്കുമ്പോൾ ആമേൻ ദുഷ്ടസേന പറയും, നീ ചെയ്യുന്നത് നല്ലതാണ്. And when you disgrace the name of the Lord, we see that the forces of darkness will go for it. നീ ദൈവസഭയ്ക്കെതിരെ മുടിക്കാൻ ഇറങ്ങുമ്പോൾ ലോകം പറയും, ദുഷ്ടശക്തി പറയും, യേശുസ് നല്ല കാര്യമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And when you try to go against the church of God, the world will say, yes, you're doing the right thing. ദൈവദാസന്മാർക്കെതിരെ നീ ഉയരുമ്പോൾ ആമേൻ സകല ശക്തിയും പറയും, നീ ചെയ്യുന്നത് നല്ല കാര്യമാണ്. And when you speak against the anointed men of God, that is also when the forces of darkness will tell you that what you're doing is എന്നാൽ right. ഈ ദുഷ്ടശക്തിക്ക് അധിക നാൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകാതെ പോകാൻ പറ്റത്തില്ല. But these forces of darkness cannot leave away the reality. അത് നിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. It will try to torment you. എന്റെ ഭാഷയിൽ പറയട്ടെ, In my language, let me tell ദൈവാത്മാവിന്റെ this. ഹൃദയത്തിൽ തന്ന ആമേൻ കാര്യം ഞാൻ പറയട്ടെ. This is what the Holy Spirit gave me. ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും ദൈവനാമത്തിനെതിരെ നിന്നെ കൊണ്ട് അവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. ഉപയോഗിക്കപ്പെടാൻ നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. And they will try to use you to go against the church of God, the ministers of God, and the will of God in the church.
church. അതിനൊരു വിടുതൽ വ്യാപരിച്ചേ പറ്റത്തുള്ളൂ. We need to receive a deliverance from this situation. അതാണ് ഈ പെൺകുട്ടിക്ക് വന്ന വിടുതൽ. And this is the deliverance that the slave girl അവൾ received. പറഞ്ഞത് സത്യമാ. What she said was right. പക്ഷെ അവളെ പീഡിപ്പിക്കുന്നത് ദുരാത്മാവാണ്. And what was tormenting her was the spirit of divination. പക്ഷെ സത്യത്തിന്റെ ആത്മാവുള്ള ദൈവദാസന്മാർ അതിന്റെ മേൽ അധികാരം ഏറ്റെടുക്കുകയാണ്. But these men of God who had the spirit of truth in them, they were able to take authority over the spirit. സത്യമായി തന്നെ തോന്നും. Because what she says seemed to be very right. പക്ഷെ സഹോദര സഹോദരി, അത് പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് അത് നീ സകലത്തിന്റെയും പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവാത്മാവ് എന്നെ കുറിച്ച് എന്നോട് പറയുവാൻ വിളിച്ചു പറയുവാൻ ആമേൻ ഇന്ന് പകൽ ദൈവാത്മാവ് പ്രചോദിപ്പിക്കുകയാണ്. But brother and sister, we have to remember that when we say that, it is not the right spirit, but it is the wrong spirit that is compelling you to do that. പീഡയിൽ നിന്നൊരു വിടുതൽ വേണം ദൈവമേ. And you have to receive a deliverance from that kind of torture. ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരണം. And today we have to come out of that bondage in the name of the Lord Jesus. വാക്യം 18 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, In verses 18 we see, ആ ആത്മാവ് ഉടൻ തന്നെ അവളെ വിട്ടു പുറത്തു പോകുവാനിടയായി. and she was free from that spirit at that very moment. ഇന്ന് പകൽ ദൈവസഭയിൽ ഇരിക്കുന്ന ദൈവവൈതലേ, To the children of God who are present here ആ today, പീഡയിൽ നിന്ന് ദൈവത്തിന് നമ്മെ വിടുവിപ്പാൻ കഴിയും. the Lord can remove us from that time of torture. ദുഷ്ടാത്മാക്കൾ വളരെ യാഥാർത്ഥ്യമാണ്. And we understand that this demonic forces are a reality. ആമേൻ. അത് നമ്മെ പീഡിപ്പിക്കും. And that will try to torment us. അത് നമ്മെ സത്യം പറയാൻ പീഡിപ്പിക്കും. And that will also torture us to say the truth. പക്ഷെ ദുരാത്മാവാണ് അതിനായി നമ്മെ പ്രേരിപ്പിക്കുന്നത്. But that is a demonic force that is working. അതിനു വേണ്ടി വഴങ്ങുന്നതും And that is the demonic force that allows us to അത് say this. ശീലിക്കുന്നതും And that is how you practice it. അത് പൊട്ടിത്തെറികളിലേക്കും ആമേൻ അതിലുപരി അതിന്റെ അടിമത്വത്തിലേക്ക് നമ്മെ And that കൊണ്ടെത്തിപ്പാനിടയാകും. takes us to a time of bondage. ഇന്ന് പകൽ ദൈവസഭയിലിരിക്കുന്ന ദൈവമക്കളെ, The children of God who are present here today, ഇതിന്ന് വിടുതൽ നമുക്ക് വേണം. we need a deliverance from it. നമ്മുടെ നാവുകൾ വിടുവിക്കപ്പെടണം. Our tongues should be delivered. നമ്മുടെ ചിന്തകൾ വിടുവിക്കപ്പെടണം. Our thoughts should be delivered. ആ അടിമത്തത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെടണം. We have to be delivered from that bondage. Praise God. Amen. ആ പെൺകുട്ടി വിടുതൽ പ്രാപിച്ചു. We see that slave girl was delivered. രണ്ട് മിഷണറിമാരുടെ വിടുതൽ. We see the deliverance of two അത് missionaries. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. We all know that incident. എത്ര ശക്തമായ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടെ. How much of strength was there in the work of the Lord in that place. ചില സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കും ദൈവം നമ്മെ വിടുവിക്കത്തില്ലയോ. In certain situations we might ask whether the Lord is not going to deliver us. സ്തെഫാനോസിനെ വിടുവിച്ചില്ലല്ലോ. Stephen was not delivered. യോഹന്നാനെ വിടുവിച്ചില്ലല്ലോ. John was not delivered. യേശുവിന്റെ ശിഷ്യന്മാരെ വിടുവിച്ചില്ലല്ലോ. Jesus' disciples were not delivered. അപ്പൊ നമ്മളെ ഇനി വിടുവിക്കുമോ? Will the Lord save us? ഞാൻ അത്രയ്ക്കൊന്നും വലിയ ആളല്ലോ. I am not such a mighty person. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ. I am a very ordinary എന്നെ person. വിടുവിക്കുമോ? Will the Lord save me? ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവവേദലേ, To the children of God who are present here, let me remind you. ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിക്ക് വേണ്ടി നീ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ദൈവത്തിന് വിടുവിച്ചേ പറ്റത്തുള്ളൂ. If you have come to the way of salvation and if you have set yourself for it, the Lord has to redeem you. അതിന്റെ മറുഭാഗം പറഞ്ഞാൽ, If I tell you the contrary of it, നിന്നെ വിടുവിച്ചാലേ ഒരുവൻ രക്ഷിക്കപ്പെടത്തുള്ളെങ്കിൽ ദൈവം അതിനു വേണ്ടി തന്നെ ഇറങ്ങി വരും. if only God has to save you and only after that another person will be saved, he will do that and he will പൗലോസിന്റെ come to do ശീലാസിന്റെ that. കഥ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. Paul and Silas's incident teaches us that. അവരവിടെ കിടന്ന് മരിച്ചാൽ സ്വർഗനാമം ദൈവനാമം ഒന്നും ദൂഷിക്കത്തില്ല, നന്നാകത്തേ ഉള്ളൂ. If they died there, we will see that the name of the Lord will not be destroyed, rather it will come to a good സ്തെഫാനോസ് esteem. മരിച്ചതുപോലെ അവരും നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രതിഫലം പ്രാപിപ്പാനിടയായി. Maybe they would also have been a martyr just like Stephen and they would have received a great blessing from പക്ഷെ above. ദൈവത്തിന്റെ ആഗ്രഹം അവരവിടെ കിടന്ന് മരിക്കുന്നതിനേക്കാൾ അതിനകത്തുള്ളവർ രക്ഷിക്കപ്പെടണമെന്നുള്ളത്. But the desire of the Lord was that they should not end there, but the people inside that prison should also be saved. അതുകൊണ്ട് രണ്ടാമത്തെ വിടുതൽ, Now the second deliverance, because of നിന്നെ this. വിടുവിച്ചാൽ ചിലർ രക്ഷിക്കപ്പെടുമെങ്കിൽ ദൈവം നിന്നെ വിടുവിച്ചിരിക്കും. If the Lord has to save you so that other people will be saved because of that, he will save you. മൂന്നാമത്തെ വിടുതൽ, We see about the third deliverance. കാരാഗൃഹ പ്രമാണിയുടെ വിടുതൽ. We see the jailer's redemption. Praise the Lord. അവന്റെ വിടുതലാണ് ശ്രദ്ധേയമേറിയ വിടുതൽ. And how he is saved, that is very much important. ജയിലറിൽ
ഉണർന്നു നോക്കിയപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടെന്ന് അവനൊരു ഫീലിംഗ് വന്നു. And when jailer, when he woke up, he had a feeling that everyone might പൗലോസിനെ have escaped. ശീലാസിനെ നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ചങ്ങലയില്ല, അവരുടെ മുമ്പിൽ ഒരു മതിലില്ല, തടസ്സങ്ങളില്ല, ഒന്നുമില്ലാതെ അവർ നിൽക്കുന്നു. When you look at Paul and Silas, they do not have chains, they do not have any walls that is preventing them to escape. ചങ്ങലകളിൽ നിന്ന് അവർ സ്വതന്ത്രരായി, വാതിലുകൾ തുറന്നു കിടക്കുന്നു. They are free of chains and we see that the doors are open in front of them. അവൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങ് ചത്തുകളയാമെന്ന്. So maybe he thought that I should kill myself because of this incident. എന്നാൽ ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവപൈതലേ, The children of God who are present here today, കർത്താവിന്റെ ദാസന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, the men of God said so. ഞങ്ങൾ ഇവിടെ എല്ലാവരും ഉണ്ട്, നീ തന്നെത്താൻ ചാകണ്ട സഹോദരാ. Do yourself no harm, for we are all here. നിനക്കൊരു ദോഷവും നീ ചെയ്യരുത് കേട്ടോ. Do no harm to yourself, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. because we are all here. ദൈവത്തിന്റെ ശക്തിയാൽ ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ചു കൊടുക്കണം. If a person has to be saved by the grace of the Lord, for that we should be saved. ഇവർ രക്ഷപ്പെട്ടെന്ന് മാത്രമല്ല, അവൻ അവരോട് വിളിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? And not only that they were saved, there is another question that this jailer asked them, what should I do to be saved? 100 പ്രാവശ്യം സുവിശേഷം പറയാൻ വിളിച്ചാലും അവൻ വരത്തില്ലായിരിക്കും. പക്ഷെ ഈ സാഹചര്യത്തിൽ അവനെ ഓടിച്ചു കളയാൻ പറ്റത്തില്ല. കാരണം അവൻ അടുത്ത് വന്ന് ചോദിക്കുക, ഞാൻ എങ്ങനെ രക്ഷപ്പെടണ്ടേ? Maybe 100 times you ask him to spread the gospel, maybe he would not. But at this point of time, he is asking, what should I do to be saved? മറുപടി, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. And the only answer that he has is believe in the Lord Jesus. വിശദീകരിക്കാൻ സമയമില്ല. അവനും അവന്റെ കുടുംബവും രക്ഷപ്രാപിച്ചു. And we see that he and his household were saved. അവൻ മാത്രമല്ല കേട്ടോ, It is not just him, അവന്റെ കുടുംബം. it was also his household. ദൈവത്തിന്റെ ശക്തിക്ക് വിടുവിപ്പാൻ കഴിയുമോ? Can the strength of the Lord Jesus save? ദൈവത്തിന്റെ പവറിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടോ? Has the power of the Lord Jesus come down? ദൈവസഭയെ ദൈവശക്തിക്കപ്പുറം വേറെ എന്താ നമുക്ക് പറയാനുള്ളത്? Church of God, what else do we have than the power of the Lord that we can speak about? നാം ദൈവത്തിന് വിടുവിപ്പാൻ കഴിയും. When today the Lord can save, ഒരു നിമിഷം എഴുന്നേറ്റ് can we all rise? ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുമോ? Can we all humble ourselves? അവൻ ലോത്തിനെ സോദോം ദേശത്ത് നിന്ന് വിടുവിച്ചെങ്കിൽ If he was able to deliver Lot from the land of Sodom, നമ്മയും വിടുവിക്കും. he can deliver us. അവൻ നോഹയെ അവന്റെ കുടുംബത്തെ പ്രളയത്തിൽ നിന്ന് അവൻ വിടുവിച്ചെങ്കിൽ നമ്മയും വിടുവിപ്പാൻ If he സർവശക്തനാണ്. was able to deliver Noah and his family from the flood, he can do അവൻ the same for us. ഇസ്ഹാക്കിനെ അവന്റെ യാഗത്തിൽ നിന്ന് അവനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് അബ്രഹാമിനെ തന്റെ സ്വന്തം മകനെ ബലി അർപ്പിക്കുന്നതിൽ നിന്ന് വിടുവിച്ചെങ്കിൽ നമ്മയും വിടുവിപ്പാൻ The സർവശക്തനാണ്. Lord was able to stop Abraham from sacrificing his only son Isaac. He can also deliver അവൻ us. ജോസഫിനെ അടിമത്തത്തിന്റെ കുഴിയിൽ നിന്ന് വിടുവിച്ചെങ്കിൽ നമ്മെ വിടുവിപ്പാൻ സർവശക്തനാണ്. And if he was able to deliver Joseph from the bondage and the pit of bondage, he can even deliver us. മോശയെ മരണത്തിൽ നിന്ന് വിടുവിച്ചവൻ, He is the one who was able to save Moses from death. ഈജിപ്തിന്റെ അടിമത്തത്തിൽ ഇസ്രായേൽ മക്കളെ വിടുവിച്ചവൻ, He is the one who was able to save Israelites from the time of മന്ന slavery. നൽകി ഇസ്രായേലെ പട്ടിണിയിൽ നിന്ന് വിടുവിച്ചവൻ, And he is the one who was able to save the Israelites from the time of slavery and വാഗ്ദത്ത famine. ദേശത്തേക്ക് ഇസ്രായേലെ എത്തിച്ചു വിടുവിച്ചവൻ, And the one who was able to send the Israelites to the time and to the place of promise. ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേലിനെ അവരുടെ സ്വന്തം പാപത്തിൽ നിന്ന് വിടുവിച്ചവൻ, And the one who was able to save the Israelites during the time of Judges. ഇസ്രായേലിനെ പരാജയപ്പെട്ടു പോയ ശൗലിന്റെ രാജ്യത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻ, And the one who was able to save bondage of Saul because of his defeat. ആമേൻ പറഞ്ഞാൽ തീരത്തില്ല ദൈവമക്കളെ. തിരുവചനത്തിന്റെ 1-ാമത്തെ അധ്യായം മുതൽ അവസാന അധ്യായം വരെ പരിശോധിക്കൂ. ശക്തനായി വിടുവിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ And when we കഴിയും. look into the scriptures from the beginning, we can see the Lord who has the strength to deliver his people. യേശുവിനെ ക്രൂശിൽ മരിക്കാനും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിപ്പാനും പാപമോചനം അത് മുഖാന്തരം ലഭിപ്പാനും സകല മനുഷ്യരെയും വിടുവിപ്പാനുള്ള പദ്ധതിയാക്കി മാറ്റിയെങ്കിൽ, And if he was able to use the Lord Jesus, he was able to make him die on the cross and to resurrect and to come back. If he was able to do that for the redemption of our sins, ദൈവസഭയ്ക്ക് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ നൽകി ദൈവസഭയെ വിടുവിച്ചെങ്കിൽ, if he was able to redeem us by the promise of the Holy Spirit that he gave us, പത്രോസിനെയും യോഹന്നാനെയും തടവറയിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, if he was able to remove Paul and Silas from the bondage of the prison, പീഡകനായ ശൗലിനെ അവന്റെ പാപത്തിൽ നിന്ന് വിടുവിച്ച് പോള
പൗലാക്കി മാറ്റിയെങ്കിൽ, if he was able to transform that Saul to a Paul who would work for the Lord, യഹൂദന്മാരെയും ജാതികളെയും അവരുടെ പാപത്തിൽ നിന്ന് സ്വർഗം വിടുവിച്ചെങ്കിൽ, and because he was able to remove the Jews from the bondage of sin, ലീഡിയായെ അവളുടെ പാപത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, and as he was able to redeem Lydia from her ways of sin, ദുരാത്മാവ് പ്രാപിച്ച ആ അടിമ പെണ്ണിനെയും അവൻ വിടുവിച്ചെങ്കിൽ, and if he was able to redeem that slave girl who was in the spirit of divination, ഫിലിപ്പിന്റെ കാരാഗൃഹത്തിൽ നിന്ന് ഭക്തന്മാരെ വിടുവിച്ചെങ്കിൽ, and if he was able to redeem the people or the men of God who were in the spirit of ഈ bondage, ആഴ്ചയിൽ നിങ്ങൾ എഴുതി വെക്കൂ ദൈവപൈതലേ, in this week let us write this, children of God. നിന്നെ വിടുവിക്കാതിരിക്കാൻ കഴിയുമോ? Can the Lord not redeem us? ഈ ആഴ്ച നിങ്ങൾ എഴുതി വെക്കൂ ദൈവമക്കളെ, And the children of God, let us write this ഈ week. ദൈവം ഇന്നും എന്നും എന്നേക്കും നമ്മുടെ ദൈവം, And this Lord is the same today and forever. നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവൻ, And he is the one who can save you. നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവൻ. And he is the one who can save you. ഒരു നിമിഷം ദൈവം ഭാഗം ഏൽപ്പിച്ചു കൊടുക്കും. Can we humble ourselves before the Lord? വിടുവിപ്പുകാരൻ ഇവിടെയുണ്ട്. There is a man who can deliver us. പാസ്റ്റർക്ക് വിടുവിപ്പാൻ കഴിയത്തില്ല. It is not the pastor, ഞാൻ ബലഹീനനാണ്. because I am a mortal person. പക്ഷേ എന്നെ വിടുവിച്ച ദൈവത്തിന് നിങ്ങളെയും വിടുവിപ്പാൻ But the Lord who has saved me can save you too. ഏൽപ്പിച്ചു കൊടുക്കുമോ? Are we ready to humble ourselves ഒരു for നിമിഷം it? ഏൽപ്പിച്ചു കൊടുക്കുമോ? Can we all humble ourselves for that? Blessed assurance, Jesus is mine. He's been my foreman in the fire, time after time.
Savior.